നമസ്കാരം. ഇന്നലെ ഞാൻ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ആസ്ഥാന മന്ദിരമായ ബ്രോഡ്വേയിലെ ബിഷപ്പ് ഹൗസിൽ അവിടെ അപൂർവമായ ഒരു കാഴ്ച കണ്ടു. എറണാകുളം ബിഷപ്പ് ഹൗസിന്റെ മുൻപിലെ വാതിൽ അകത്തു നിന്ന് തണ്ടിട്ട് അടച്ചിരിക്കുന്നു. പുറകിലും വാതിൽ അടച്ചിരിക്കുന്നു. ബോസ്കോ പുത്തൂരും കൂരിയായും എല്ലാം സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികൾ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്കകത്തേക്ക് വന്ന് സമരം ചെയ്യുമോ എന്ന് ഭയപ്പെട്ട് അടച്ചുപൂട്ടി കഴിയുകയാണ്. ഞാന് സെക്യൂരിറ്റിയോട് ചോദിച്ചു, ബോസ്കോ പുത്തൂർ അവിടെ ഉണ്ടോ? അദ്ദേഹം പറഞ്ഞു, ബോസ്കോ പുത്തൂർ അകത്തുണ്ട്. അദ്ദേഹം തന്റെ കുടുംബക്കാരെ കണ്ടുകൊണ്ടിരിക്കത്രേ. ഇത് എന്തൊരു നാണക്കേടാണ്! എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികൾ പടുത്തുയർത്തിയതാണ്, വിശ്വാസികളുടേതാണ് ആ അരമന. പക്ഷേ ബോസ്കോ പുത്തൂർ കൂരിയായി അംഗങ്ങൾ എല്ലാം സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികളെ ഭയപ്പെട്ട് അരമന അടച്ചുപൂട്ടി അകത്ത് കഴിയുന്നു ഭീരുക്കളായി. ബോസ്കോ പുത്തൂർ, ബിഷപ്പ് ബോസ്കോ പുത്തൂർ അങ്ങ് ഒരു പുരുഷനാണോ? അടുത്ത കാലത്ത് മാർപ്പാപ്പ ട്രാൻസ്ജെൻഡേഴ്സിന് അവരുടെ വിവാഹം ആശീർവദിക്കാൻ കൽപ്പനയിട്ടല്ലോ. നമ്മുടെ ബിഷപ്പുമാരാകുന്നവരും വൈദികരാകുന്നവരും അവര് പുരുഷന്മാരാണോ ട്രാൻസ്ജെൻഡേഴ്സ് ആണോ എന്നതിന് ടെസ്റ്റ് ഒന്നും നടത്താറില്ല. പക്ഷെ ഒരു സംശയവുമില്ല, ഈ ബോസ്കോ പുത്തൂർ ഒരു ട്രാൻസ്ജെൻഡർ ആണ് എന്ന കാര്യത്തിൽ എനിക്ക് ഒരു സംശയവുമില്ല. കഴിഞ്ഞ ഏതാനും ആഴ്ച മുമ്പാണല്ലോ എറണാകുളത്തെ വിശ്വാസികൾ സഭയോടൊപ്പം നിൽക്കുന്നവർ ആ അരമനയ്ക്കകത്തേക്ക് ഇരച്ചു കയറി അവിടെ ഒരു ദിവസത്തോളം അവിടെ സമരം നടത്തിയത്. എറണാകുളം അരമനയിൽ ആദ്യത്തെ സമരമായിരുന്നില്ല അത്. എത്രയോ ദിവസങ്ങൾ, ആഴ്ചകൾ നീണ്ടുനിന്ന സമരങ്ങൾ എറണാകുളത്തെ വിമത വൈദികരും വിമതരോടൊപ്പം നിൽക്കുന്ന ആളുകളും ചേർന്ന് ആ അരമനയ്ക്കകത്ത് നടത്തിയിട്ടുണ്ട്. ആ അരമനയുടെ പ്രവേശന മുറിയിൽ തന്നെയല്ലേ, വിസിറ്റേഴ്സ് റൂമിൽ തന്നെയല്ലേ പാറേക്കാട്ടിലച്ചൻ കട്ടിലിട്ട് സമരം നടത്തിയത്? ഒരു പോലീസിനെയും വിളിച്ചില്ല, ഒരു പ്രശ്നവും ഉണ്ടായില്ല. പിന്നീട് മൈക്ക് വെച്ചുകൊണ്ട് രാപകൽ അവിടെ സമരം നടന്നിരുന്നു. ഈ അരമനയ്ക്കകത്താണ്. ഈ അരമനയുടെ പുറത്തും അരമന കെട്ടിടത്തിലുമെല്ലാം കൊടിതോരണങ്ങൾ ഉണ്ടാക്കി എറണാകുളത്തെ വിമത മെത്രാന്മാരുടെ ഫോട്ടോകളൊക്കെ പ്രതിഷ്ഠിച്ച് ഞാൻ ഓർക്കുന്നു. അങ്ങനെ ഒരിക്കൽ കണ്ടപ്പോഴാണ് ഞാൻ എറണാകുളം മുനിസിപ്പൽ കോടതിയിൽ അവിടുത്തെ കൊടിതോരണങ്ങൾ മാറ്റണമെന്നും അവിടെ സമരവേദിയാക്കരുതെന്നും ഒരു ഹർജി ഫയൽ ചെയ്തത്. പക്ഷേ ആ ഹർജിക്ക് അതിൽ കക്ഷിയായിരുന്ന നമ്മുടെ ഇറച്ചിവെട്ടുകാരൻ മെത്രാൻ അതിന് മറുപടി തരാൻ വൈകിയത് കൊണ്ടാണ് ഞാൻ അവസാന ആ ഹർജി പിൻവലിച്ചു, നിരാശനായി. ഇവിടെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ എന്താണ് ഇപ്പോൾ നടക്കുന്നത്? അല്ലയോ ബോസ്കോ പുത്തൂർ പിതാവേ, നിങ്ങൾ ഈ അരമനയ്ക്കകത്ത് നിങ്ങളുടെ ഒരു ഫോട്ടോ വെച്ച് അതിൽ നോക്കി നിങ്ങളുടെ വീട്ടുകാരെ സൽക്കരിച്ച് ഇതിനകത്തിരിക്കുമ്പോൾ ഈ എറണാകുളം അതിരൂപതയിലെ വിശ്വാസികൾക്ക് നിങ്ങളെ കാണാനുള്ള സ്വാതന്ത്ര്യവും അവകാശവും നിങ്ങൾ നഷ്ടപ്പെടുത്തുകയാണ്. അങ്ങ് അതിരൂപതാ മന്ദിരത്തിന്റെ മുകളിൽ യേശുക്രിസ്തുവിന്റെ നിങ്ങൾ ഇങ്ങോട്ട് വരൂ എന്ന രീതിയിൽ തുറന്ന കൈകളുമായി നിൽക്കുന്ന ഒരു ചിത്രമുണ്ട്, ഒരു പ്രതിമയുണ്ടല്ലോ. നിങ്ങൾക്ക് അപ്പോയിന്റ്മെന്റ് എടുത്ത് വരാൻ പാടുള്ളൂ. നിങ്ങളെ കാണാൻ അപ്പോയിന്റ്മെന്റ് വേണം. ഇവിടെ വിശ്വാസികളിൽ ഒരു വിഭാഗത്തെ കാണാൻ വയ്യ. ഇത് എന്തൊരു നാണക്കേടാണ്! ഈ അതിരൂപത ആസ്ഥാനം, ഈ അരമന ഇവിടെ ആവശ്യമില്ല. അങ്ങ് ജെറൂസലം ദേവാലയം കല്ലിന് ശേഷിക്കാതെ നശിച്ചു പോയതുപോലെ ഈ എറണാകുളം അരമനയും സഭയിലെ അസാധാരണമായ സംഭവങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഈ എറണാകുളം അരമനയും കല്ല് ശേഷിക്കാതെ നശിച്ചു പോകണം. എറണാകുളം അങ്കമാലി അതിരൂപത ഇവിടെ ആവശ്യമില്ല. ഇതിനെ 4-5 കഷ്ണങ്ങളായിട്ട് മുറിക്കണം. ഇവിടെ സഭാതലവനായിരിക്കുന്ന റാഫേൽ തട്ടിൽ സിനഡ് കുർബാന അർപ്പിക്കണമെന്ന രീതിയിൽ ഒരു കൽപ്പന പുറപ്പെടുവിച്ചിരിക്കുന്നു. ആ കൽപ്പന 10-ാം തീയതി പള്ളികളിൽ വായിക്കണമെന്നാണ്. പക്ഷെ എത്ര പള്ളികളിൽ വായിക്കുമെന്ന് അറിയില്ല. അതോടൊപ്പം തന്നെ കോടതിയിൽ റാഫേൽ തട്ടിൽ പിതാവ് അതിരൂപതയിലെ പള്ളികളിൽ ജനാഭിമുഖ കുർബാനയല്ല, സിനഡ് കുർബാന തന്നെ അർപ്പിക്കണമെന്ന കൽപ്പന പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതേസമയം ട്രാൻസ്ജെൻഡർ ആയിരിക്കുന്ന ബോസ്കോ പുത്തൂർ മറ്റൊരു സത്യവാങ്മൂലം കോടതിയിൽ കൊടുത്തിരിക്കുന്നത്. അവിടെ വിമതന്മാർക്ക് അനുകൂലമായ, ജനാഭിമുഖ കുർബാനയ്ക്ക് അനുകൂലമായ ഒരു അഫിഡാവിറ്റ് കോടതിയിൽ കൊടുത്തിരിക്കുന്നു. ഇത് എന്തൊരു നാണക്കേടാണ്! സീറോ മലബാർ സിനഡ് ബിഷപ്പുമാരെ, ഈ സിനഡിലെ മെത്രാന്മാരുടെ ഗൂഢാലോചന, വൈദികരെ മാത്രമല്ല ഒരു സംഘം മെത്രാന്മാർ വിമതന്മാർക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്നു. എന്നിട്ട് അവർ 49 ബിഷപ്പുമാരും ഒപ്പിട്ടുകൊണ്ട് കൽപ്പന പുറപ്പെടുവിച്ചു. അത് വായിച്ചില്ല. ഇപ്പോൾ ഇതാ റാഫേൽ തട്ടിൽ പിതാവും കൽപ്പന പുറപ്പെടുവിച്ചു. എന്തൊരു ഞങ്ങൾ അൽമായർക്ക്, നമ്മൾ വിശ്വാസികൾക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ അപഹാസ്യമായ നാടകമാണ് ഈ സിനഡ് പിതാക്കന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സിനഡ് പിതാക്കന്മാർക്ക് എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ, 49 മെത്രാന്മാർ ഒപ്പുവെച്ച കൽപ്പനയിൽ എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ, എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സിനഡ് കുർബാന നടത്തിക്കാനും അതിന് തടസ്സം നിൽക്കുന്ന വൈദികരുടെ പേരിൽ നടപടിയെടുക്കാനും ഈ ബോസ്കോ പുത്തൂർ എന്ന് പറയുന്ന ട്രാൻസ്ജെൻഡർ ബിഷപ്പിനെ ഇവിടെ നിന്ന് പുറത്താക്കാനുള്ള നടപടി എടുക്കണം. എത്രയോ അപഹാസ്യനാണ് ഈ ബോസ്കോ പുത്തൂർ എന്ന ബിഷപ്പ്. ഇവിടെ എത്രയോ ആഴ്ചകൾ ഈ അരമനയ്ക്ക്
അരമനയ്ക്കകം വിമതർ പിടിച്ചെടുത്ത് അവർ അവിടെ മൈക്ക് വെച്ച് സമരാഭാസങ്ങൾ നടത്തി. ആ അരമന മുഴുവൻ കൊടിതോരണങ്ങൾ കൊണ്ട് മൂടി. ഒരു പോലീസിനെയും ഈ കൂരിയാംഗങ്ങൾ വിളിച്ചില്ലല്ലോ. അവിടെ എല്ലാ സപ്പോർട്ടും ചെയ്തു കൊടുത്തു. അരമനയിലെ ക്യാൻറ്റീനിൽ നിന്ന് ഭക്ഷണം കഴിച്ചു. ഈ സമരമൊക്കെ കഴിഞ്ഞപ്പോൾ അവിടുത്തെ മദ്യക്കുപ്പികള് കാലിക്കുപ്പികളുടെ എണ്ണം തിട്ടപ്പെടുത്താനാവാത്ത വിധമായിരുന്നു എന്നാണ് ഞാൻ കേട്ടത്. ഇങ്ങനെയുള്ള ഒരു അരമന എറണാകുളം അതിരൂപതയ്ക്ക് ആവശ്യമില്ല. ഇത് ജെറൂസലം ദേവാലയം പോലെ കല്ലിന്മേൽ കല്ല് ശേഷിക്കാത്ത രീതിയിൽ നശിച്ചു പോകട്ടെ. മാത്രമല്ല, ഇനി മെത്രാന്മാരെയും വൈദികരെയും തിരഞ്ഞെടുക്കുമ്പോൾ ഒരു ലിംഗ പരിശോധന ഏറ്റവും ആവശ്യമാണ്. അല്ലയോ സഭാസ്നേഹികൾ, ഇനി അരമനയിലേക്ക് ഇരച്ചു കയറി പരിശോധന നടത്തുമ്പോൾ അവിടെ കൂലിയ അംഗങ്ങളെയും ബിഷപ്പിനെയും ഒക്കെ കൈകാര്യം ചെയ്യുമ്പോൾ ഒരു ലിംഗപരിശോധന നടത്തണം. അവിടെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അവിടെ സഭാവിശ്വാസികൾ അവിടേക്ക് കടന്നു എന്ന് സമരം നടത്തിയപ്പോൾ ഞാൻ കേട്ടു, അങ്ങ് പോലീസിനെ വിളിക്കാൻ പോയ മാടശ്ശേരിക്ക് ചെകിട്ടത്ത് 2 കൊടുക്കുക മാത്രമല്ല അദ്ദേഹത്തിന് ലിംഗപരിശോധന കൂടി നടത്തിയത്ര ഞാൻ കേട്ടതാണ്. ഇനി അത് നടത്തേണ്ടത് ഈ ബോസ്കോ പുത്തൂർ എന്ന ട്രാൻസ്ജെൻഡർ ബിഷപ്പിനാണ്. എന്റെ ഈ പ്രസ്താവന ഇത്രയും രൂക്ഷമായ വാക്കുകളിൽ ഒരു ബിഷപ്പിനെ പറ്റി പറയേണ്ടി വന്നതിൽ ഖേദമുണ്ട്. അത്രയേറെ അധപ്പതിച്ചിരിക്കുന്നു എറണാകുളം അരമനയും അതിന്റെ തലവനായിരിക്കുന്ന ഇപ്പോൾ അവിടെ ഇരിക്കുന്ന ബോസ്കോ പുത്തൂരും. അദ്ദേഹം കഴിഞ്ഞ ദിവസം ഇടപ്പള്ളി പള്ളിയുടെ മാനേജ്മെന്റിലുള്ള MAGM ഹോസ്പിറ്റലിന് അക്രഡിറ്റേഷൻ കിട്ടിയതിനെ അഭിനന്ദിച്ചുകൊണ്ട് അതൊരു വീഡിയോ ഇട്ട് കണ്ടു. അദ്ദേഹം ഇങ്ങനെ തിന്നും കുടിച്ചും അദ്ദേഹം അവിടെ സാരി ചുറ്റിയാണോ ഇരിക്കുന്നതെന്ന് എനിക്ക് സംശയമുണ്ട്. അരമനയുടെ വാതിലടച്ച്. നന്ദി, നമസ്കാരം.